14-ാം പഞ്ചവത്സര പദ്ധതി 2022-27 കാലഘട്ടത്തിൽ നടക്കുന്ന 14-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇറക്കിയ ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് കേരളത്തിൽ 1,05,00,000 സാധാരണ മലയാളികൾ ഉണ്ടെന്നാണ് പറയുന്നത്. സാധാരണ മലയാളികളെന്ന് പറഞ്ഞാൽ ദിവസവേതനത്തിന് വേണ്ടിയിട്ട് അന്നത്തിന് വേണ്ടിയിട്ട് കൂലിപ്പണി എടുക്കുന്ന അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണ മലയാളികളുണ്ട്. അവർക്ക് സുരക്ഷിതമായ തൊഴിലിടമില്ല, അല്ലെങ്കിൽ സുരക്ഷിതമായ തൊഴിൽ അവകാശങ്ങളില്ല. എന്ന് വെച്ചാൽ എപ്പോൾ വേണേലും പിരിച്ചുവിടും. അവർക്ക് മാന്യമായ കൂലിയില്ല. എന്ന് വെച്ചാൽ 300 രൂപയാണ് ദിവസക്കൂലി. ഇവരെ ആരും നമ്മൾ കണ്ടിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇവരൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ഉദാഹരണമായിട്ട് പറയുമെങ്കിൽ പെട്രോൾ പമ്പിൽ നിൽക്കുന്ന സ്ത്രീകൾ, തുണിക്കടയിൽ നിൽക്കുന്ന സ്ത്രീകൾ, പുരുഷന്മാർ, ആശാ വർക്കർമാർ, ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്നവർ, ഇവർ 1,05,00,000 ഉണ്ടെന്ന് കേരള സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്. ഈ 1,05,00,000 എന്ന് പറയുന്നത് എത്രയാണെന്നറിയാമോ? കേരളത്തിലെ 3.5 കോടി വരുന്ന ജനസംഖ്യയുടെ 1/3 വരുന്ന 1,05,00,000 പേര് ഇത്തരത്തിൽ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പെടാപ്പാട് തെരുവുകളിൽ ചെയ്യുമ്പോൾ ശീതീകരിച്ച ടെൻറ്റ് കെട്ടി കസവ് ധരിച്ച പൗരപ്രമുഖരെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ വലിയ ഫ്ലെക്സ് പോസ്റ്ററുകളൊക്കെ വെച്ച് അവർക്ക് പാലിൽ മറ്റേ കപ്പലണ്ടി ഇട്ട് ഇത് നിറച്ച് കപ്പലണ്ടി ഇട്ട് അത് കൊടുത്ത് അതോടൊപ്പം തന്നെ അവരെ വാഴ്ത്തി പാടി അവരെ ഒപ്പം നിർത്തി ഈ സാധാരണക്കാരായിട്ടുള്ള 1,05,00,000 ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന, ആശുപത്രി ഇടിഞ്ഞു വീണ ബിന്ദുവിനെ പോലെ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരത്തിലിരിക്കുന്ന ആശാ വർക്കർമാരെ പോലെ കൊഞ്ഞനം കുത്തുന്ന സർക്കാർ അശ്ലീലമാണ് 2016 തൊട്ട് നടന്നിട്ടുള്ളത്.